ഇന്ന് പല ആവശ്യങ്ങൾക്കും പാൻ കാർഡ് ആവശ്യമാണ്. നിത്യജീവിതത്തിൽ പാൻ കാർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൂടിക്കൂടി വരികയാണ്. നമുക്ക് സ്ഥലം വാങ്ങണമെങ്കിൽ, കാറുകൾ വാങ്ങണമെങ്കിൽ, അതേപോലെ തന്നെ നമ്മുടെ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇടപാടുകൾക്ക് ഒക്കെ പാൻ കാർഡ് ആവശ്യമാണ്. ചില ആളുകൾക്ക് ഉള്ള ധാരണ എന്താ വെച്ചാൽ പാൻ കാർഡ് നമുക്ക് ആവശ്യമില്ല, അത് ക്യാഷുള്ള ആളുകൾക്ക് മാത്രമുള്ള ഒരു കാര്യമല്ല എന്നുള്ള രീതിയിൽ ഒരു തെറ്റിദ്ധാരണ അവരുടെ മനസ്സിൽ ഉണ്ട്. ഈ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ഒരു ഐഡൻറ്റിറ്റി പ്രൂഫാണ് പാൻ കാർഡ് എന്ന് പറയുന്നത്. അത് ID കാർഡായിട്ട് ഉപയോഗിക്കാം. നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഒപ്പ്, ഫാദറിൻ്റെ പേര്, ഇതൊക്കെ തെളിയിക്കാൻ വേണ്ടി നമുക്ക് പാൻ കാർഡ് പല സ്ഥലങ്ങളിലും ഉപയോഗിക്കാം. സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് പല പ്രൂഫുകളും ഇന്ത്യയിൽ പല ഓഫീസുകളിലും ചോദിക്കുന്നത്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു കാർഡാണ് പാൻ കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ പാൻ കാർഡ് സർവ്വസാധാരണമായ എല്ലാ ആളുകൾക്കും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നിത്യജീവിതത്തിൽ എപ്പോഴെങ്കിലും അത് ഉപകാരപ്പെടും. അപ്പോൾ ആ പാൻ കാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ഉണ്ടാക്കാൻ എന്തെല്ലാം രേഖകളാണ് വേണ്ടത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. നമ്മുടെ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ആദ്യം ചോദിക്കും പാൻ കാർഡ് ഉണ്ടോ എന്ന്. അതേപോലെ തന്നെ ബാങ്കിൽ ഒരു നിശ്ചിത എമൗണ്ട് നിക്ഷേപിക്കാനും ഒരു നിശ്ചിത തുക പിൻവലിക്കാനും ഒക്കെ പാൻ കാർഡ് ആവശ്യമാണ്. അതേപോലെ തന്നെ നമുക്ക് ലോണുകൾ ആവശ്യമായി വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ഗോൾഡ് ലോണൊക്കെ ബാങ്കിൽ പോകുന്ന സമയത്തൊക്കെ പാൻ കാർഡ് ആവശ്യമാണ്. അപ്പോൾ നിത്യ ജീവിതത്തിൽ ഇപ്പോൾ പാൻ കാർഡിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകൾ കൂടി വരികയാണ്. അപ്പോൾ ആ പാൻ കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നമുക്ക് ആധാർ കാർഡും 2 കോപ്പി ഫോട്ടോയും ഉണ്ടായാൽ മതിയായിരുന്നു. ഇപ്പോൾ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പാൻ കാർഡ് ഉണ്ടാക്കാൻ ഒരു അധിക പ്രൂഫ് കൂടെ പാൻ കാർഡ് അതോറിറ്റി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആധാർ കാർഡിന് പുറമെ നമുക്ക് വോട്ടർ ID കാർഡോ അല്ലെങ്കിൽ ലൈസൻസോ അല്ലെങ്കിൽ SSLC ബുക്കോ അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റോ പാസ്പോർട്ടോ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഐഡൻറ്റിറ്റി പ്രൂഫ്, ഫോട്ടോയുള്ള ഒരു ഐഡൻറ്റിറ്റി പ്രൂഫ് കൂടെ എക്സ്ട്രാ ഇപ്പോൾ പാൻ കാർഡ് ഉണ്ടാക്കാൻ ആവശ്യമായി വരുന്നുണ്ട്. അപ്പം ആധാർ കാർഡും ഏതെങ്കിലും ഒരു ID പ്രൂഫായിട്ടുള്ള ഒരു കാർഡും അതേപോലെ 2 കോപ്പി ഫോട്ടോയും പിന്നെ നമ്മുടെ സ്വന്തം മൊബൈൽ നമ്പറും ഇമെയിൽ IDയും ഇത്രയും രേഖകളുണ്ടെങ്കിൽ നമുക്ക് 18 വയസ്സ് കഴിഞ്ഞ ആർക്കും പാൻ കാർഡ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇനി ആൾ നേരിട്ട് വന്നാലും വന്നിട്ടില്ലെങ്കിലും പാൻ കാർഡ് ഉണ്ടാക്കാൻ സാധിക്കും. ആളുടെ ഒരു ഒപ്പ് വേണം. ആ ഒപ്പ് നമുക്ക് വെള്ള പേപ്പറിൽ ഇട്ട് ഫോട്ടോ അയച്ചു തന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. നേരിട്ട് വന്നാലും നേരിട്ട് വന്നിട്ടില്ലെങ്കിലും പാൻ കാർഡ് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ കുട്ടികൾക്ക് എടുക്കണമെങ്കിൽ ഒരു നോമിനിയുടെ അല്ലെങ്കിൽ ഫാദറിൻ്റെ മദറിൻ്റെ ആധാർ കാർഡും ആവശ്യമായി വരും. അപ്പോൾ 1 വയസ്സ് മുതൽ ഉള്ള ആർക്കും പാൻ കാർഡ് ഉണ്ടാക്കാം. 18 വയസ്സ് വരെ ഉള്ള ആളുകൾക്ക് പാൻ കാർഡ് ഉണ്ടാക്കാൻ ഫാദറിൻ്റെ മദറിൻ്റെ ആധാർ കാർഡ് കൂടെ ആവശ്യമുണ്ട്. അതിന് മുകളിലേക്ക് ഈ പറഞ്ഞ പോലെ സ്വന്തമായിട്ടുള്ള ആധാർ കാർഡും എന്തെങ്കിലും ഒരു ID കാർഡ്, വോട്ടർ ID കാർഡോ പാസ്പോർട്ടോ ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ SSLC ബുക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു രേഖയോ 2 കോപ്പി ഫോട്ടോയും പിന്നെ ഇമെയിൽ IDയും മൊബൈൽ നമ്പറും ഒരു സിഗ്നേച്ചറും ഉണ്ടെങ്കിൽ നമുക്ക് പാൻ കാർഡിന് അപേക്ഷ കൊടുക്കാൻ പറ്റും. ഇതാണ് പാൻ കാർഡുമായി ബന്ധപ്പെട്ടുള്ള പ്രൊസീജിയർ. ഓക്കെ, താങ്ക് യു.